നമുക്ക് അടുത്തത് ടപ്പിൾ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ടപ്പിൾ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റിന്റെ പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസങ്ങളാണ് ഉണ്ട് അതിന്. നമുക്കിതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഓർഡർ തന്നെയാണ്, പക്ഷേ ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ പറഞ്ഞാൽ വൺസ് ക്രിയേറ്റഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, നമുക്ക് ലിസ്റ്റിന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അമ്മ എഴുതുന്ന ലിസ്റ്റൊക്കെ ആലോചിക്കാം അല്ലേ, അവരിടയ്ക്കിടയ്ക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തും. പക്ഷേ ടപ്പിൾ അങ്ങനെയല്ല. ടപ്പിൾ നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല, ഇമ്മ്യൂട്ടബിൾ ആണ്. ഓക്കെ, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതും സീറോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സിംഗ് തന്നെയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം 0 to ലെങ്ത് -1 ആണ്. ആ ഇൻസെഷനോട് പ്രിസർവ് ചെയ്യും. ഡ്യൂപ്ലിക്കേഷൻ അലൗഡ് ആണ്. പിന്നെ ഫിക്സഡ് കളക്ഷൻ ആണ്, അതായത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മെമ്മറിക്ക് ഒരു എത്രയാണ് വെച്ചത് അത്രയും അപ്പുറം ഒന്നും മാറില്ല. ലോവർ മെമ്മറിയാണ് ആവശ്യമുള്ളൂ. പിന്നെ ഫാസ്റ്റർ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് ഇൻസെർഷൻ ഇല്ല, കൊടുത്തത് തന്നെ വരുള്ളൂല്ലോ. പിന്നെ ഇതിന് പരാന്തസിസ് വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പരാന്തസിസ് വെച്ചിട്ടാണ്. ഇതിൽ ഒരുപാട് ഇൻബിൽറ്റ് ഫംഗ്ഷൻസുകൾ ഇല്ല. കാരണം എന്താ? അതിന് സ്വന്തമായിട്ട് എഴുതാൻ ചേഞ്ച് ചെയ്യാനോ കഴിവില്ല. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കൗണ്ട് എന്ന് കാണാം. കൗണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താ? കൗണ്ട് ചെയ്യാൻ വേണ്ടി, ഒരു വാല്യൂ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇൻഡെക്സ് എന്തിനായിരിക്കും? ഒരു വാല്യൂടെ ഒരു ഓൾറെഡി ഉള്ള ലിസ്റ്റിലത്തെ ഒരു വാല്യൂൻ്റെ ഇൻഡെക്സ് കൗണ്ട് ചെയ്യാം. ജസ്റ്റ് കാണിച്ചിട്ട് ഇതിൽ അധികം സമയമില്ല, ജസ്റ്റ് അത്രയേ ഉള്ളൂ. ടപ്പിൾ ഭയങ്കര ഈസിയാണ്. സോ ടപ്പിൾ ഞാൻ ഇപ്പോൾ കൊടുത്തത് 1 2 3 1 ആണ്. ഡിഫറൻസ് മനസ്സിലാക്കണം. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, ഇവിടെ പരാന്തസിസ് ആണ് കേട്ടോ. അതുപോലെ കൗണ്ട് ഓഫ് 1, 1ൻ്റെ കൗണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം 2 ആയിരിക്കും കിട്ടുക അല്ലേ. ഇൻഡെക്സ് ഓഫ് 3 ഇങ്ങനെ ആയിരിക്കും, 0 1 2. അപ്പോൾ 2 ആയിരിക്കണം കിട്ടേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് കിട്ടി. എത്രയാ? 2 2. രണ്ടുള്ള ആൻസർ കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ടപ്പിൾ വർക്ക്സ്. നെക്സ്റ്റ് ഈസി ആയിട്ട് പറയാൻ കാരണം അത്രയേ ഉള്ളൂ. അത് അത്രയും മനസ്സിലാക്കി വെക്കുക. ടപ്പിൾ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഇമ്മ്യൂട്ടബിൾ. ഓക്കെ, നെക്സ്റ്റ് ഈ സ്ട്രിങ്. സ്ട്രിങ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. സ്ട്രിങ് എന്ന് പറയുന്നതും ഒരു ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. അത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ ഇത്തിരി നേരം നമ്പേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സ്ട്രിങ്സുകൾ യൂസ് ചെയ്യണം, ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിൽ ഗോ വിത്ത് ആ ടൈപ്പ് ഓഫ് ഡാറ്റയെ നമ്മൾ സ്ട്രിങ് എന്നാണ് വിളിക്കുക. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഡബിൾ കോഡ്സ് വെച്ചോ സിംഗിൾ കോഡ്സ് വെച്ചിട്ടോ, നമ്മൾ പെയർ ഓഫ് ഡബിൾ കോഡ്സോ പെയർ ഓഫ് സിംഗിൾ കോഡ്സോ വെച്ചിട്ട് നമുക്ക് സ്ട്രിങ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഫംഗ്ഷൻസുകളുണ്ട്. ഫൈൻഡ്, റീപ്ലേസ്, അപ്പർ, ലോവർ, സ്പ്ലിറ്റ്, ജോയിൻ. ഇതാണ് ഏറ്റവും ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ അപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സാധനത്തിന് അപ്പർ ചെയ്യാം. ലോവർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, ഒരു സ്ട്രിങ്ങിന് ലോവർ ചെയ്യാം. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക. ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു ഒരു ക്യാരക്ടേഴ്സിനെ ജോയിൻ ചെയ്യുക, ഒരു ക്യാരക്ടർ വെച്ചിട്ട് അല്ലേ. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അതിലുണ്ടോ ഇല്ലയോ നോക്കുകയാണ്. ഇത് ഏറ്റവും ബേസിക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം പറയുന്നത്. അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ഈ സാൽഫ അങ്ങനെ കുറേ ഫംഗ്ഷൻസുകളുണ്ട്. ജസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇനീഷ്യലി ഇത് സ്ട്രിങ്ങിൻ്റെ നെയിം ഹലോ വേൾഡ് ആണ്. ഓ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 0 1 2 3 4. സോ നമുക്ക് കിട്ടിയ ഫൈൻഡിൻ്റെ വാല്യൂ 4 ആയിരിക്കും. അടുത്തത് റീപ്ലേസ് ഓ വിത്ത് എ. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഓനെയൊക്കെ എ വെച്ച് റിപ്ലേസ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഹല വാൾ അല്ലേ, ഹല വാൾഡ് എന്നുള്ള ഇത് കിട്ടും. പിന്നെ അടുത്തത് വേർഡിനെ നമ്മൾ അപ്പർ കേസ് ആക്കിയിട്ട് ലോവർ കേസ് ആയിട്ടും കൊടുത്തു. അടുത്തത് നമ്മൾ നമ്മുടെ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ബേസ്ഡ് ഓൺ സ്പേസ് അത് സ്പ്ലിറ്റ് ആയിട്ട് 2 ലിസ്റ്റായിട്ട് മാറി. ഹലോ എന്നുള്ള സ്ട്രിങ്ങുമായി വേൾഡ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങുമായി. അങ്ങനെ അത് രണ്ടും എങ്ങനെ കിട്ടി? നമുക്ക് തിരിച്ച് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, അത് ലിസ്റ്റായിട്ടാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കിട്ടിയ വേർഡ്സിനെ നമ്മൾ ജോയിൻ ചെയ്യണം ത്രൂ വിത്ത് സ്പേസ്. ഓക്കെ, ഈ സ്പേസിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഇത് കൊടുത്താലോ? ഒരു ഡിസൈൻ അങ്ങനെ കോളം കൊടുക്കാം. കോളം കൊടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം, വർക്ക് ആവുമോ നോക്കാം. ക്യാൻ യു സി? ഹലോൻ്റെ വേൾഡിൻ്റെ ഇടയിൽ ഒരു കോളം, സെമി കോളം വന്നു കണ്ടോ? അങ്ങനെയും നമുക്ക് ജോയിൻ ചെയ്യാം. സോ സ്ട്രിങ്ങും ടപ്പിളും മനസ്സിലായോ? സ്ട്രിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് കൂടി പറഞ്ഞുതരാം. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ആണ്, ഇമ്മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സീറോ ബേസ്ഡ് ഇൻഡെക്സിങ് തന്നെയാണ്. ഡ്യൂപ്ലിക്കേഷൻ അലൗഡ് ആണ്. ഒരുപാട് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റും. ലോവർ മെമ്മറി, അധികം മെമ്മറി ആവശ്യമില്ല, കാരണം ഒറ്റയടിക്കാണ് സ്റ്റോർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ് കേട്ടോ. റെപ്രസെൻറ്റ് ചെയ്യുക ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ വെച്ചിട്ടായിരിക്കും. ഓക്കെ.